ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു പുഴുക്കാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഴുക്കാണ് കേട്ടോ. നമുക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുപയറും പച്ചക്കായുടെ തൊലിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുപയർ ഓൾറെഡി ഞാൻ 1 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പച്ചക്കായ് എന്താ പറയുക, നേർങ്ങനെ വളരെ നേരിയ തോതിൽ അരിഞ്ഞെടുത്തിട്ട് കഞ്ഞിവെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിലേക്ക് ഒരു അരമണിക്കൂറോളം ഇട്ട് വെക്കണം. എന്നിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകി കളയുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ കറയൊക്കെ നന്നായി പോയിട്ട് നല്ല ഫ്രഷായിട്ടുള്ള നമുക്ക് പച്ചക്കായുടെ തൊലി കിട്ടും. അപ്പോൾ അങ്ങനെ കഴുകിയെടുത്ത പച്ചക്കായുടെ തൊലി ഇതാ ഞാൻ നേരെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ഞാൻ 1 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ച ചെറുപയറും കഴുകി വൃത്തിയാക്കി അതും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കുക, 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുക. ഞാനൊരു 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. കാരണം കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കുന്ന പുഴുക്കിനൊരു ഇത്തിരി എരിവ് മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. സോ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കറിൻ്റെ മൂടി അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എനിക്ക് നന്നായിട്ട് വെന്തുടഞ്ഞ പുഴുക്കാണ് ഇഷ്ടം. അപ്പോൾ അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിസിലിൻ്റെ എണ്ണം കുറക്കാം. ഞാനിവിടെ ഒരു 5 വിസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 വിസിലിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. തേങ്ങ ചേർക്കുന്ന കൂട്ടർക്ക് ഇതിൻ്റെ അകത്ത് ഈ സമയത്ത് തേങ്ങ ചേർക്കാം, പക്ഷെ ഞാൻ തേങ്ങ ചേർക്കുന്നില്ല. നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്കൊന്നും കൂടി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ആ ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.